ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്ന ഒരു വീഡിയോ ആണ്. എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഒരു കുട്ടി മെസ്സേജ് ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്കും കൂടി നിങ്ങളിൽ പലർക്കും ആ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഷെയർ ആക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് നമ്മളെ സപ്പോർട്ടാക്കുക. അപ്പോൾ എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഒരു 2-3 വീഡിയോൻ്റെ മുന്നായിട്ട് ബ്രദറിൻ്റെ മാരേജ് വ്ളോഗ് വന്നിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രദറിൻ്റെ മാരേജിൻ്റെ ഫങ്ഷൻ്റെ വീഡിയോ ആണ്, ഞാൻ നിക്കാഹിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ വ്ളോഗ് ഞാൻ ഇടാം എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ആക്കാണ്ടിരുന്നത് വന്നിട്ട് എൻ്റെ മെസ്സേജ് അയച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് അതിനുള്ള മറുപടി പറഞ്ഞു കൊടുത്തതായിരുന്നു. പക്ഷേ അത് എല്ലാവർക്കും അതുപോലത്തെ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ വന്നിട്ട് അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഒരു വ്ളോഗിലൂടെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ ആ വ്ളോഗ് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ, റിസപ്ഷൻ വ്ളോഗ്. അപ്പോൾ ആ ഷൂട്ട് ചെയ്തത് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ മിസ്സായി പോവുകയും ചെയ്തു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇടാമെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. നോക്കിയപ്പോൾ ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഇത് പബ്ലിക്കായിട്ട് കിടക്കില്ലേ, കുറേ ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ഇതിലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓരോരുത്തർക്ക് എന്താ പറയുക, കുറച്ച് പേർക്ക് ഫേസ് കാണിക്കാനേ ഇഷ്ടമുണ്ടാവും, കുറച്ച് പേർക്ക് ഫേസ് കാണിക്കാനേ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവരുടെ ഫേസും കൂടി നമ്മളതിലിടുമ്പോൾ, അത് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് ഇടുമ്പോൾ അത് നമുക്ക് എന്താ പറയുക, അത് അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ എന്തിനാ എൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഇട്ട് വന്നിട്ട് അവർക്ക് പരാതികളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊന്നും നമ്മൾ പബ്ലിക്കാക്കിയിട്ട് ഇടണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റിസപ്ഷൻ വീഡിയോ ഇടാഞ്ഞത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് ഈ കാര്യമാണ് ഞാൻ ആ കുട്ടീനെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിലും പലർക്കും ഇതുപോലെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ അതിനെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടിരുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് കാര്യങ്ങളൊക്കെ അധികമൊന്നും വീഡിയോസിലൊന്നും കാണിക്കാറില്ല, കൂടുതലായിട്ടും അങ്ങനെ വീഡിയോസിലൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ തന്നെ വീഡിയോസിൽ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ പബ്ലിക്കായി കിടക്കുന്നത് കൊണ്ട് തന്നെ അത് കുറച്ച് പേർക്ക് എന്താ പറയുക, നമ്മുടെ ഫേസ് കാണിക്കുന്നതിനോടൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ഇടണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇടേണ്ടത്, വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രാത്രിക്കുള്ള ഫുഡ് കാര്യങ്ങളാണ് കേട്ടോ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ വ്ളോഗ് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. സാമ്പാറും അതുപോലെ ദോശയാണ് കേട്ടോ രാത്രി കുട്ടികൾക്കുള്ള ഫുഡ് കാര്യങ്ങൾ. നല്ല വറുത്തരച്ചിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഈ സാമ്പാർ നേരത്തെ ഞാൻ അതിൻ്റെ ഒരു സാമ്പാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും സാമ്പാർ വെക്കാനൊക്കെ അറിയുമെന്ന് വിചാരിക്കണം. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമൊക്കെ ട്രൈ ചെയ്ത് നോക്കണവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ സാമ്പാറിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടൊരു റെസിപ്പി വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ പുളി സോക്ക് ചെയ്തിട്ട് ഒഴിക്കുന്ന വീഡിയോ ഞാൻ അതിൽ കാണിച്ചില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അത് ഷെയർ ആക്കിയതിന് ശേഷം അപ്ലോഡ് ആക്കിയതിന് ശേഷമാണ് വീഡിയോ കണ്ടപ്പോൾ ആ പുളി സോക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ അതിൽ കമൻറ്റ് പിൻ ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പുളി സോക്ക് ചെയ്ത് ഒഴിക്കണമെന്ന് കേട്ടോ. അപ്പോൾ സാമ്പാറിൽ കുറച്ച് പുളിയും കൂടി സോക്ക് ചെയ്ത് ഒഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ എല്ലാവരും ഒന്ന് സാമ്പാർ റെസിപ്പിയൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാർ കഴിക്കാനായിട്ട്. ഇന്ന് രാത്രിക്ക് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി നാഷ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തലേന്ന് തന്നെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മാവ്. അപ്പോൾ മാവൊക്കെ ഒന്ന് നല്ല പൊന്തി വന്നപ്പോൾ തന്നെ കുട്ടികൾക്കുള്ള ദോശ കാര്യങ്ങളൊക്കെ ചുട്ടു കൊടുക്കുകയാണ്. നമ്മൾ ഉഴുന്നില്ലാണ്ടും നമുക്ക് അടിപൊളിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കാം. ഉഴുന്നില്ലാത്ത ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് കിട്ടുക. ചില ടൈമിൽ നമ്മൾ ഉഴുന്നിട്ടാൽ പോലും ഇത്രയും നല്ല സോഫ്റ്റിൽ ഇഡ്ഡലി കിട്ടണം എന്നുണ്ടാവില്ല, കിട്ടാറുമില്ല കേട്ടോ ചില ടൈമിലൊക്കെ. അപ്പോൾ ആ റെസിപ്പി ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.